പ്രവർത്തിക്കുന്നത് ആ പാരമ്പര്യമാണ് സമസ്തക്കുള്ളത്. ആ പാരമ്പര്യം ബഹുമാൻ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ എത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ സ്വാഗതം ചെയ്തേക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനം യുവാക്കളെ ഏറ്റെടുത്ത് അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകാൻ വിവാദങ്ങളല്ല, അതുപോലെയുള്ള കാര്യങ്ങളല്ല. ഈ പ്രവർത്തനം നിലനിൽക്കേണ്ടത് വളരെ അനിവാര്യം. അവിടെ ശരിയായ ദീന്, ശരിയായ കാര്യങ്ങൾ, ആത്മീയമായ ശരിയായ കാര്യങ്ങളുണ്ട്, മതപരമായ ശരിയായ കാര്യങ്ങൾ എന്ത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതുപോലെ തന്നെ പോഷക സംഘടനകളുടെയും ഒക്കെ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. ഞാൻ പറഞ്ഞു, മതബോധത്തിൽ ഉറപ്പിച്ചു നിർത്തി. ഇനി കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എടുക്കാം. നിരീശ്വരവാദത്തിലേക്ക് പോയില്ല എന്ന് പറഞ്ഞു. തീവ്രവാദം ഇവിടെ ഇന്നിപ്പോ ഒരുപാട് ആളുകൾ പലതും പറയുന്നു, ഒരുപാട് സംഘടനകൾ വരുന്നു പോകുന്നു. ഒരൊറ്റ സംഘടനയിലേക്ക് യുവാക്കൾ ഒഴുകിപ്പോകാതെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ശക്തിയായി പ്രവർത്തിച്ച ചില സംഘടനകൾ കേരളത്തിലുണ്ട്. തീവ്രവാദത്തിലേക്ക് ആരും പോവാതെ നോക്കിയ അതിൽ ഒന്നാമത്തെ സംഘടന തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ SKS. അതിലൊന്നും ആർക്കും യാതൊരു സംശയവും വേണ്ട. തീവ്രവാദത്തിലേക്ക് ആള് പോവാൻ സാഹചര്യമുള്ള, അതിനനുകൂലമായ സാഹചര്യമുള്ള സമയങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് സമാധാനത്തിന് വേണ്ടി ജാഥ നടത്തിയത് SKSFന്റെ നേതൃത്വത്തിലാണ്. ആ സമയത്ത് തീവ്രവാദ പ്രവർത്തനത്തിനെതിരായി ക്യാമ്പയിൻ. തീവ്രവാദം നമ്മളിൽപ്പെട്ടതല്ല, ഇസ്ലാമികമായി ശരിയല്ല, ഇസ്ലാമികമായി അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പറഞ്ഞ് ഇന്ന് നടത്തുന്ന ക്യാമ്പയിൻ പോലെ തന്നെ ക്യാമ്പയിൻ ഇവിടെ സമസ്ത കേരള ജമിയത്തിൽ അതിന്റെ പോഷക സംഘടനകളും നടത്തിയിട്ടുണ്ട്. മറ്റു മുസ്ലിം സംഘടനകളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന തീവ്രവാദത്തിനെതിരെ ശക്തമായ ക്യാമ്പയിൻ. ആ ഓരോ ഘട്ടങ്ങളിലും തീവ്രവാദ ആളുകൾ ഏതെങ്കിലും മതസംഘടനയിൽ കയറിക്കൂടുന്നത് പാടില്ല എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നിഷ്കർഷിക്കുകയും ചെയ്തത്. ഇതൊക്കെ ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കണം, പൊതുസമൂഹം വിലയിരുത്തണം. അതുപോലെ തന്നെ എല്ലാ മഹല്ലും എല്ലാ പ്രദേശങ്ങളിലും വളരെ വിജിലന്റാണ്. ഈ സംഘടനകളൊക്കെ വളരെ വിജിലന്റാണ്. അവിടെയൊക്കെ ഇത്തരം സംഘടനകളുടെ യാതൊരുവിധ സ്വാധീനവും ഇല്ലാതിരിക്കാൻ വേണ്ടി വിജിലന്റാണ്. അതുകൊണ്ടാണ് കേരളം വ്യത്യാസപ്പെട്ടു നിൽക്കുന്നത്. അനവധി സ്ഥാപനങ്ങൾ, കോളേജുകൾ, മതസ്ഥാപനങ്ങൾ, അറബി കോളേജുകൾ, ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഇതൊക്കെ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒരുപോലെ സമൂഹത്തിന് കൊടുത്തുകൊണ്ട് സമൂഹത്തെ സമുദ്ധരിക്കാനുള്ള വമ്പിച്ച പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങളെയാണ് ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ലീഡേഴ്സൊക്കെ ഒരുമിച്ച് നിൽക്കുകയും ആ കൂട്ടായ്മയും ശക്തിയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് പുരോഗതി കൊണ്ടുപോകണം. എല്ലാം രാഷ്ട്രീയവുമല്ല, എല്ലാം കക്ഷി രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ കാണേണ്ടതുമല്ല. ഈ വക പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മൊത്തത്തിൽ, നാനാജാതി മതസ്ഥർക്ക് മൊത്തത്തിൽ ഗുണം ചെയ്യും. നമുക്കറിയാം, ഇവിടെ മതസൗഹാർദ്ദം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെക്കാൾ വലിയ ഒരു മാതൃക ഈ കൊച്ചു കേരളം ആ കാര്യത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ശിഹാബ് തങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ മതസൗഹാർദ്ദത്തിന്റെ മാതൃക. ജീവിച്ച് കാണിച്ചു കൊടുത്താണ് തങ്ങൾ. ജീവിതം കൊണ്ട് നാനാജാതി മതസ്ഥരും ഒന്നാണ്. വിശ്വാസം വേറെയായിരിക്കും. മതപരമായ വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ എല്ലാവരുടെയും വിശ്വാസത്തെ ബഹുമാനിക്കണം എന്ന് കാണിച്ചു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത നേതാവാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് കേരളം പോന്നതുകൊണ്ടാണ് ഇടക്കാലത്തും പിൽക്കാലത്തും ഒക്കെ പല രാഷ്ട്രീയത്തിന് വിധേയമായി പലതരത്തിലുള്ള തീവ്രവാദ മൂവ്മെന്റുകളും കേരളത്തിൽ വന്നപ്പോ അതൊന്നും ഇവിടെ വേരോടാതെ പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ പ്രധാനമാണ്. ലോങ് ടേം, ദീർഘകാല അടിസ്ഥാനത്തിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. ആത്മീയ ചൂഷണങ്ങൾ പാടില്ല, മതത്തെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല, തീവ്രവാദം കൊണ്ടുവരാൻ പാടില്ല, അതുപോലെ തന്നെ മറ്റു മതസ്ഥരെ നിന്ദിക്കാൻ പാടില്ല. വിദ്യാഭ്യാസം കൊടുക്കണം, ഭൗതിക വിദ്യാഭ്യാസം വേണം, മതവിദ്യാഭ്യാസം വേണം, നിരീശ്വരവാദം പാടില്ല.
ഇതൊക്കെ അടിയുറച്ച് വിശ്വസിക്കുകയും സമന്വയിപ്പിച്ച് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിന്റെ വിദ്യാർത്ഥി പോഷക സംഘടനകളെയും ഒക്കെ അതിന്റെ മൂവ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഈ ബഹുമത സമൂഹത്തിന്റെ മുഴുവൻ കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം.